നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണും. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണും. സിക്സ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിലോട്ട് തിരികെ വരുന്ന എനർജിയാണ്. ഈ റിലേഷൻ അവർക്ക് വേണം എന്നുള്ളൊരു ചിന്തയിലോട്ട് മാറിയതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടാണ്, നിങ്ങളോട് സംസാരിക്കാൻ, റിലേഷൻ്റെ കാര്യം പോസിറ്റീവായിട്ടുള്ള രീതിയിലോട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ ഒരു ആക്ഷൻ മുന്നോട്ട് അവർ എടുക്കുന്നതായിട്ടാണ്. അതായത് ഇപ്പം സിക്സ് ഓഫ് വാൺസ് എനർജി പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അവർ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നു, ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷനിൽ വരുന്നു എന്നുള്ളതാണ്. ഫോർ ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ എല്ലാം നല്ല കാഴ്ചയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഈ ഒരു റിലേഷനിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നതായിട്ടാണ്. ഇതും ഒരു റിയൂണിയൻ്റെ കാർഡാണ്. അതായത് ഒരു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ തരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പ്രോമിസ് അവർ തരുന്നു. ഇനി ഈ റിലേഷനിൽ ആൾ വിട്ടുപോവില്ല. അതുപോലെ ഒരു മാരേജ് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആയിരിക്കാം, ആ രീതിയിൽ ഒരു കൺഫേം ആവുന്ന രീതിയിൽ, ഒരു കൺഫർമേഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലോട്ട് പോകുന്നു റിലേഷൻ എന്നുള്ളതാണ്. ചിലർക്കൊരു നിങ്ങൾ തമ്മിലൊരു മാരേജിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലോട്ട് വന്ന് ഈ റിലേഷൻ എനിക്ക് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോമിസ് തരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലിയോട്ട് സംസാരിക്കുകയോ, അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചേഞ്ചാണ് ഈ റിലേഷൻ മുന്നോട്ട് വരുന്നതെന്നാണ് കാണിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട്, നൈറ്റ് ഓഫ് സോഴ്സ് എനർജിയും കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സ് എനർജി ഒരു ആക്ഷനാണ്. മുന്നോട്ട് അവർ ഒരു തീരുമാനം, സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഒരു ആക്ഷൻ കൂടി ഇടുന്നതാണ്. അതായത് അവരുടെ ഫാമിലിയോട് സംസാരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ റിലേഷനിലോട്ട് തിരികെ വരുന്നതായിട്ടും, ഇവിടെ അവർ ഇനി മുന്നോട്ട് ഈ റിലേഷൻ ഒരിക്കലും വിട്ടുപോവാത്ത രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഈ റിലേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോമിസ് അവർ തരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ എയ്റ്റ് ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത് ഇതുവരെ അവർ ഒരു സ്റ്റെക്കായിട്ടാണ് നിന്നുണ്ടായിരുന്നു, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കംപ്ലീറ്റ് ആയിട്ട് അവർ മാനസികമായിട്ട് സ്റ്റെക്കായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെക്കായ സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് വന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം ഈ ഒരു റിലേഷൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവർ ടെൻഷനിലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് പവർ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴവർ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷനിലോട്ട് എത്തിയത് കൊണ്ട് തന്നെ ഇവിടെ ഈ റിലേഷനിൽ മുന്നോട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട് തന്നെ നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. ഇതുവരെ അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് ഈ റിലേഷൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അവർ തിരികെ റിലേഷനിലോട്ട് വരുന്നതും റിയൂണിയൻ ഉണ്ടാവുന്നതും റിലേഷൻ്റെ കാര്യത്തിലൊരു സ്ട്രോങ് ഒരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാരേജ്, എൻഗേജ്മെൻറ്റ്, അങ്ങനെയുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു പ്രോമിസിലോട്ട് അവർ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം.
ഡിറ്റാച്ച്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻ മടുത്ത് നിങ്ങൾ ഒരു ഡിറ്റാച്ച്മെന്റ് വേണം, അല്ലെങ്കിൽ ഈ റിലേഷൻ ഒരുപാട് അഡിക്റ്റഡ് ആയി പോയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമിക്കേണ്ടി വന്നത് എന്ന് കരുതി നിങ്ങളൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം കേട്ടോ. റണ്ണർ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ പേഴ്സൺ ഒരു റണ്ണർ എനർജിയിലാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ ഒരു റണ്ണ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ റിലേഷനിൽ ഒരു ഡിസിഷൻ എടുക്കാതെ മാറി നിൽക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് റിലേഷനിൽ. അതുകൊണ്ടായിരിക്കാം നിങ്ങളൊരു ഡിറ്റാച്ച്മെന്റ് മൈൻഡ് സെറ്റിലോട്ട് മാറിയിട്ടുണ്ടാവുക. നെഗ്ലക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവർ ഈ റിലേഷന് വേണ്ടി ഒരു ഡിസിഷനും എടുക്കാത്തത് നിങ്ങൾക്ക് ഒരു അവഗണനയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവഗണന, അല്ലെങ്കിൽ അവർ റൺ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളൊരു മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഡിറ്റാച്ച്മെന്റ് മൈൻഡ് സെറ്റിലോട്ട് മാറിയത് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ റിലേഷൻ വരുന്നതായിട്ടാണ്, ഹാപ്പി ചേഞ്ചസ് വരുന്നതായിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ്റെ കാര്യം ഒരു പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൽ നിങ്ങൾ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് കണക്റ്റഡ് ആവും കേട്ടോ. ഒരുപാട് പേർക്ക് കണക്റ്റഡ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം, കുറച്ചധികം എടുക്കാം ഇന്ന്. തിരുവാതിര, അനീഴം, 1986, ലെറ്റർ ഡി, ലെറ്റർ എച്ച്, 2001, ആയില്യം, മകം, ഉത്രട്ടാതി, കൊല്ലം, ലെറ്റർ ബി, ചോതി, മകീര്യം, 1991, ലെറ്റർ ഇ, ഡിസംബർ, ഏപ്രിൽ, പത്തനംതിട്ട, ലെറ്റർ എ, കാർത്തിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.